ഞാൻ ഷെഫ് ജോഷി. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും ഒരുപാട് ആരാധകരുള്ള ഒരു ക്ലാസിക് ഡിഷാണ് ബട്ടർ ചിക്കൻ അഥവാ ചിക്കൻ മക്കൻവാല. നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ തിക്ക് കേർഡ് ഉണ്ട്, അതൊരു 1/4 കപ്പ് ഉണ്ട്. ആൻഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, അതുപോലെ കസൂരി മേത്തി 1 ടീസ്പൂൺ, ചില്ലി പൗഡർ കശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത്, അത് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കൊടുക്കാം. ആൻഡ് ക്രഷ്ഡ് പെപ്പർ, അതായത് ഫ്രഷ്ലി ഗ്രൗണ്ട് പെപ്പർ, ഗരം മസാല ആൻഡ് ക്യുമിൻ പൗഡർ, ചാട്ട് മസാല. ഇതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാരിനേഷന് വേണ്ടിയിട്ടുള്ളത്. ഇവിടെ 500 ഗ്രാം ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട്, ബോൺലെസ് പീസസ് ആണ്. ഞാൻ ഇവിടെ ക്യൂബായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ സ്ട്രിപ്സ് ആക്കാം. ഇതിലേക്ക് കട്ട തൈര്, തിക്ക് കേർഡാണ്, ഒരു 1/4 കപ്പ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടേബിൾ സ്പൂണാണ്. ടു ടേബിൾ സ്പൂൺ. ഇത് നമുക്ക് എൻ്റെ കളർ തരുന്നതാണ്, കാശ്മീരി. സാധാരണ റെസ്റ്റോറൻറ്റിലൊക്കെ കളർ ആഡ് ചെയ്യുന്നത്, നമ്മളിവിടെ കളർ ആഡ് ചെയ്യുന്നില്ല, നാച്ചുറൽ കളറാണ്. കാശ്മീരി ചില്ലി പൗഡറിൽ നിന്ന് കിട്ടുന്ന കളറാണ് നമുക്ക് ഇതിൻ്റെ മെയിൻ. അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ ഇവിടെ ഇടുന്നുണ്ട്. സോൾട്ട് 1 ടീസ്പൂണാണ് വേണ്ടത്. ഗരം മസാല 1 ടീസ്പൂൺ. ക്യുമിൻ പൗഡർ 1 ടീസ്പൂൺ. ടർമറിക് പൗഡർ 1/4 ടീസ്പൂൺ. ഫ്രഷ്ലി ഗ്രൗണ്ട് പെപ്പർ, കുരുമുളക് 1 ടീസ്പൂൺ. ചാട്ട് മസാല അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആംചൂർ പൗഡർ ഇടാം. ഇത് 1 ടീസ്പൂൺ. ഇതിനകത്ത് ബ്ലാക്ക് സോൾട്ട് ഒക്കെ ഓൾറെഡി ഉണ്ട്, നല്ലതാണ്, ഡൈജഷനൊക്കെ നല്ലതാണ് കേട്ടോ ചാട്ട് മസാല. ദെൻ ഇതിൻ്റെ മെയിൻ ഫ്ലേവറിങ് ഏജൻറ്റാണ് കസൂരി മേത്തി. കസൂരി മേത്തി നമ്മൾ മാരിനേഷനിലും ഇടും, അതുപോലെ അത് കൂടാണ്ട് നമ്മൾ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്തേക്കും ആഡ് ചെയ്യാറുണ്ട്. ഇതൊരു 1 ടീസ്പൂണാണ്. എന്നാൽ മസ്റ്റർഡ് ഓയിലാണ് തന്തൂരിൽ ഉപയോഗിക്കാറ്. നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഫോർ ദ മാരിനേഷൻ. ഇതെല്ലാം കൂടി യോജിപ്പിക്കുക. So the marination done, perfect. This will go in the refrigerator minimum 1 hour. Maximum you can keep overnight. നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. അപ്പോൾ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് അണിയൻ, ടൊമാറ്റോ എല്ലാം ചോപ്പ് ചെയ്യാം, റഫിലി ചോപ്പ് ചെയ്യാം. First put oil 1 tablespoon. You will add 1 tablespoon butter also. ബട്ടർ നമ്മൾ ഡയറക്റ്റ് ഇട്ട് അത് കരിയും, അതുകൊണ്ടാണ് ഓയിലും ബട്ടറും കൂടി മിക്സ് ചെയ്യുന്നത്. Time for adding bay leaf. Time for adding cardamom, cinnamon. ഇത് നല്ലൊരു ഫ്ലേവർ തരും. ഗരം മസാല ഇത് ഞങ്ങളുടെ ബട്ടറിൽ കിടന്ന് ചൂടാകുമ്പോൾ. Then into this you will add onion which is roughly chopped.
ടൊമാറ്റോ പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാൻ അതിനും പിന്നെ നമുക്ക് ഉപ്പിൻ്റെ ആവശ്യം ഉള്ളതുകൊണ്ടും ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ടേ, ഒരു ടേബിൾ സ്പൂൺ ഉപ്പ്. Time for adding chili powder. Here also we'll put 1 tablespoon chili powder. Garam masala 1 teaspoon. Toss it well. Okay. Then put some cashew for the thickening. 30 gram cashew. ഇതാണ് നമുക്ക് അതിന് ഗ്രേവിയുടെ തിക്നെസ് തരുന്നത്. Gravy getting ready. Time for adding water. ഇതിനകത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ചാൽ പെട്ടെന്നാവും. ഇനി ഇവിടെ കിടന്ന് സിമ്മറിൽ ഒരു 10-15 മിനിറ്റ് കുക്കായി കഴിഞ്ഞാൽ ടൊമാറ്റോ നല്ല സോഫ്റ്റായി കിട്ടും. തണുത്തതിന് ശേഷം ഇതിനെ ബ്ലെൻഡ് ചെയ്യുക, അരിച്ചെടുക്കുക, സ്ട്രെയിൻ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ഗ്രേവി റെഡിയായി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇട്ടിരിക്കുന്ന ഹോൾ ഗരം മസാല ഒന്ന് ഡിസ്കാർഡ് ചെയ്യുക. കാരണം ഇത് നമുക്ക് അടിക്കണം. ഇതിൻ്റെ ഫ്ലേവർ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞു. കറി ലീവ്സ് മാതിരി തന്നെയാണ്. ഇതിൻ്റെ ഫ്ലേവർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് മതി. ഇതിനെ ഡിസ്കാർഡ് ചെയ്യുക. അതുപോലെ സിനമൺ ഇതെവിടെ ഉണ്ട്, സിനമൺ സ്റ്റിക്ക്, ഇതിനെ ഡിസ്കാർഡ് ചെയ്തേക്കാം. ടൊമാറ്റോ അല്ലെങ്കിൽ കാഷ്യൂ, അണിയൻ, ആ ഗ്രേവിക്കുള്ളത് എല്ലാം തണുത്തിട്ടുണ്ട്. നല്ല തണുത്തതിന് ശേഷം, ഇതുപോലെ തണുത്തതിന് ശേഷം ഇതിനെ മിക്സിയുടെ ജാറെടുക്കുക. അതിലേക്ക് ഇട്ടതിന് ശേഷം ഇതിൻ്റെ പ്യൂരി ആക്കുക, അതിൻ്റെ പേസ്റ്റ് എടുക്കുക. നല്ല സ്മൂത്തായിട്ട് കണ്ട നല്ല അടിപൊളി വെൽവെറ്റി ടെക്സ്ചർ മക്കൻ റെഡി, സോസ് റെഡി. ഇതിനെ ഒന്ന് അരിച്ചെടുത്തേക്കാം. ചിലപ്പോൾ ടൊമാറ്റോയുടെ സ്കിൻ ഉണ്ടാകും, അതുപോലെ സീഡ് ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം ഇങ്ങനെ സ്ട്രെയിൻ ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു സോസ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ചിക്കന് മാത്രമല്ല, നമുക്ക് പനീർ, ബട്ടർ പനീർ, തോഫു, അതുപോലെ വെജിറ്റബിൾ മക്കൻ വാള, അങ്ങനെ എന്തിനു വേണ്ടി ഉപയോഗിക്കാം. ഇതൊരു മക്കണി ഗ്രേവിയാണ്, ഒരു ബേസിക് ഗ്രേവിയാണ് ഇന്ത്യൻ കിച്ചണിലെ. ഓക്കെ, ടേക്കിംഗ് ഔട്ട് ദ ചിക്കന് ഫ്രിഡ്ജിൽ നിന്നും വെളിയിലെടുത്തു. ഒരു 5 മിനിറ്റ് റൂം ടെമ്പറേച്ചറിലേക്ക് ആവണ വരെ വെക്കുക. അതിനുശേഷം ഗ്രില്ല് ചെയ്യുക. ചിക്കനെ ഗ്രില്ല് ചെയ്യാം. 1 tablespoon oil, sunflower oil. The makhani sauce which is blended, this also getting ready here. Now time for keeping the chicken, grilling the chicken. ബട്ടർ ചിക്കൻ ആൻഡ് തന്തൂരി ചിക്കൻ, അതായത് തന്തൂരി നമുക്ക് ചെയ്യുന്നില്ല, തന്തൂരി ഇല്ലാത്തതിൻ്റെ എല്ലാം നമ്മൾ പാനിലിട്ട് ഗ്രില്ല് ചെയ്തു. അപ്പോൾ ചിക്കൻ റെഡിയായി. 2 ബാച്ചായിട്ട് ചെയ്തു. ഇതിനെ രണ്ടും കൂടി നമ്മൾ ഒന്നിപ്പിക്കുന്നു. ആദ്യത്തെ ബാച്ചും രണ്ടാമത്തെ ബാച്ചും. അതിൻ്റെ അകത്തുള്ള ജ്യൂസൊക്കെ അതിനകത്ത് തന്നെയുണ്ട്. ഓക്കെ, അതിനുശേഷം ഇതിലേക്ക്, ഈ ചിക്കനിലേക്ക് നമ്മൾ ഇവിടെ സെപ്പറേറ്റ് ഗ്രേവി ഞാൻ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം.
സെയിം നമ്മുടെ ഓത്തൻറ്റിക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലായിട്ടുള്ള ബട്ടർ ചിക്കൻ, നല്ല ജ്യൂസി ആയിട്ടുള്ള ഇത് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് റെഡിയാണ്. ക്രീം നമ്മൾ ഡയറക്റ്റ് അതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നില്ല, കുറച്ച് ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചതിന് ശേഷം ബട്ടറിന് ഒരു പീസ് ബട്ടർ ചിക്കൻ, ഓക്കെ, ബട്ടർ, വൺ മോർ പീസ്, സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് ക്രീം ആഡ് ചെയ്യുക. കുറച്ച് മല്ലിയില ആഡ് ചെയ്യുക. നമ്മളിവിടെ ഫ്ലേവറിങ് ഏജൻ്റ് കസൂരി മേത്തിനെ നമ്മൾ ഓക്കെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. പോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. ഓയിലൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് ചൂടുള്ള പാനിലേക്ക് ഇടുന്നു. ടൈം ഫോർ ആഡിങ് ക്രീം. ടൈം ഫോർ ആഡിങ് ലൈറ്റ് കസൂരി മേത്തി. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ മക്കൻ വാള അഥവാ ബട്ടർ ചിക്കൻ ഈസ് റെഡി. ഇത് നാൻ, ബട്ടർ നാൻ, അതുപോലെ ജീര റൈസ്, റൊട്ടി എന്നിവയോടൊപ്പം സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു നല്ലൊരു വിഭവം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു വീഡിയോ കാണും വരെ ഷെഫ് ജോഷി ഈസ് സൈനിങ് ഓഫ്.